السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാനേറെ സ്നേഹിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ തണലിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കാൻ നബി അന്വേഷിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അനുചരൻ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു വന്നു. ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഒരു വേദന ബോധിപ്പിക്കാനാണ് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബിമാരുടെയും മക്ക ജീവിത കാലഘട്ടത്തിൽ അവരനുഭവിച്ച ത്യാഗങ്ങളും അവർ നേരിട്ട ദുരിതങ്ങളൊക്കെ നമുക്കറിയാം. ആ കൊടിയ പീഡനങ്ങളുടെ പ്രതീകമായിരുന്നു, നേർചിത്രമായിരുന്നു ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു. ഖബ്ബാബ് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, അലാ തസ്തൻസിറു ലനാ, അള്ളാഹുവിൻ്റെ റസൂലെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് സഹായം ചോദിക്കുന്നില്ലേ? അലാ തദ്ഉ ലനാ, നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ സമാധാനിപ്പിക്കുകയാണ്, ആശ്വസിപ്പിക്കുകയാണ്. ഖബ്ബാബ്, നിങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു കുഴിയിലേക്ക് ഇറക്കി വെച്ച് ഈർച്ചവാൾ കൊണ്ട് അവരെ കീറി മുറിച്ച് രണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാരെ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് അവരുടെ മാംസവും എല്ലും വേർപ്പെടുത്തിയിട്ടുണ്ട്. ഫബാ യസുദ്ദുഹു ദാലിക അൻ ദീനിഹി, പക്ഷേ അവരവരുടെ ദീനിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ല. അത് കാരണം അവർ ആദർശത്തിൽ നിന്ന് പിന്മാറിയിട്ടില്ല. നിങ്ങൾ ധൃതി കൂട്ടരുത്, തിരക്ക് കൂട്ടരുത്. സൻആ മുതൽ ഹദറമൗത്ത് വരെ ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന ഒരു കാലം വരാനുണ്ട്. ഖബ്ബാബ്, അത്ര നിർഭയത്വമുള്ളൊരു കാലം ഇസ്ലാമിന് വരാനുണ്ട്. ഒരാളെ അയാൾ പേടിക്കേണ്ടി വരില്ല. ഇല്ലല്ലാഹ്, അള്ളാഹനെ മാത്രം പേടിച്ചാൽ മതി. വദിബ്ബ അലാ ഗനമിഹി, അയാളുടെ കൂടെയുള്ള ആട്ടിൻ പറ്റത്തെ ചെന്നായി പിടിക്കുമോ എന്ന പേടിയുണ്ടായാൽ മതി. വേറൊരാളും ആക്രമിക്കാത്ത, ഉപദ്രവിക്കാത്ത ഒരു കാലം ഇസ്ലാമിന് വരാനുണ്ട്. വലാകിന്നകും തസ്തഅജിലൂൻ, പക്ഷെ നിങ്ങൾ ധൃതി കാണിക്കാൻ പാടില്ല. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കുകൾ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹൃദയത്തിൽ ഒരു തെളിനീരായിട്ട് പെയ്തിട്ടുണ്ടാകും. വേദന പറയാൻ വേണ്ടിയിട്ട്, സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് വന്ന അനുചരനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് മുൻഗാമികളുടെ ജീവിതവും അവരുടെ ചരിത്രവും അവർ ദീനിൻ്റെ മാർഗത്തിൽ അനുഭവിച്ചതുവാൻ. പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും ചരിത്രം ഒരു വഴികാട്ടിയാണ്. നമുക്ക് കുത്തിപ്പിടിക്കാനുള്ള ഒരു ഊന്നുവടിയാണ്. നമ്മുടെ കാലുകൾ ഇടറുമ്പോൾ, നമ്മുടെ മനസ്സ് പതറുമ്പോൾ നമുക്ക് വഴി കാണിക്കുന്ന, ദിശ പറഞ്ഞു തരുന്ന ഗുരുനാഥനാണ് ചരിത്രം. ഇഖ്റഉ താരീഖ ഇദ് ഫീഹിൽ ഇബർ ഖദ് ضل قوم ليس يدرون الخبر. ആ ചരിത്രം നമ്മൾ വായിക്കണം. ആ ചരിത്രത്തിൽ നമുക്ക് വലിയ വലിയ ഗുണപാഠങ്ങളുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രദോഷത്തിന് നല്ലൊരു ഭംഗിയുണ്ട്, സൗന്ദര്യമുണ്ട്. ഈ സദസ്സിനൊരു സുഗന്ധമുണ്ട്. അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫമാരുടെ ജീവിതത്തിനുള്ള പരിമളമാണ്. നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാരുടെ ജീവിതത്തിന് എത്ര വെളിച്ചമുണ്ട് എന്ന്? അവരുടെ കാൽപ്പാടുകൾ പിന്തുടരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. അണപ്പല്ലുകൾ കൊണ്ട് അവരുടെ ചര്യകൾ കടിച്ചു പിടിക്കാനാണ്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്, നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിന് ശേഷം ഖിലാഫത്ത് ഏറ്റെടുക്കുകയും മുസ്ലിം ഉമ്മത്തിൻ്റെ മുമ്പിൽ നടക്കുകയും ചെയ്തവരാണ് 4 ഖലീഫമാർ, അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹും അജ്മഈൻ. 7 ആകാശങ്ങൾക്കപ്പുറത്ത് നിന്ന് വഹീൻ്റെ വെളിച്ചം കൊണ്ട് അള്ളാഹു പുകഴ്ത്തിയവരാണ്, അള്ളാഹു വാഴ്ത്തിയവരാണ്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രശംസിച്ചവരാണ് ഈ 4 സഹാബിമാരും. ഈ 4 ആൾക്കാരും മക്കക്കാരാണ്, ഖുറൈശികളാണ്, അവർ മുഹാജിറുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിൽ നിന്ന് അടർത്തി മാറ്റാനാകാത്ത 4 അധ്യായങ്ങളാണ് 4 ഖലീഫമാർ. ആ 4 ആൾക്കാരെയും സ്നേഹിക്കുക എന്നത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്, നമ്മുടെ അഖീദയുടെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സഹാബിയെയും സ്നേഹിക്കുക എന്നത് നമ്മുടെ ഈമാനാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹു തആലയോട് അദ്ദേഹത്തിൻ്റെ അഖീദ എന്താണ്, മദ്ഹബ് എന്താണെന്ന് ചോദിച്ച ആൾക്ക് ഷെയ്ഖുൽ ഇസ്ലാം നൽകുന്ന മറുപടി ഉണ്ട്. യാ സാഇലി അൻ മദ്ഹബി വ അഖീദതി റുസിക്കൽ ഹുദാ മൻ ലിൽ ഹിദായതി യസ്അലു ഇസ്മഅ കലാമ മുഹഖഖിൻ ഫീ ഖൗലിഹി ലാ യൻതനി അൻഹു വലാ യതബദ്ദലു ഹുബ്ബുസ് സഹാബതി കുല്ലിഹിം ലി മദ്ഹബു വ മവദ്ദത്തുൽ ഖുർബാ ബിഹാ അതവസ്സലു. എൻ്റെ മദ്ഹബ്, എൻ്റെ നിലപാട്, എൻ്റെ അഖീദ എല്ലാ സഹാബിമാരെയും സ്നേഹിക്കലാണ്. ഒരു സഹാബിയോടും ദേഷ്യമില്ല, ഒരു സഹാബിയോടും വെറുപ്പില്ല. എല്ലാ സഹാബിമാരെയും സ്നേഹിക്കുക എന്നതാണ് എൻ്റെ അഖീദ. പ്രിയപ്പെട്ടവരെ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച 10 ആൾക്കാരെ എണ്ണി പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യം എണ്ണി പറഞ്ഞ 4 ആൾക്കാരെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ നിന്നുള്ള ചിന്തനീയമായ രംഗങ്ങളിൽ ചിലത് ഒപ്പിയെടുത്ത് പകർന്നു തരാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹു കാര്യങ്ങൾ ശരിക്കും ഗ്രഹിക്കാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ഇസ്ലാമിക ചരിത്രത്തിലെ 2 അത്ഭുതങ്ങളാണ്. എത്ര സുന്ദരമായിട്ടാണ് ദീനിൻ്റെ ഓരോ നിയമങ്ങളും അവരവരുടെ ജീവിതമാക്കി മാറ്റിയത് എന്ന് നമ്മൾ ശരിക്കും ആലോചിക്കുക. എത്ര ഗംഭീരമായിട്ടാണ് ഈ ഉമ്മത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് അബൂബക്കറും ഉമറും അവരെ നയിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുടെയൊക്കെ ചരിത്രവും ജീവിതവും നമ്മൾ വായിക്കുമ്പോൾ, അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ഇനിയും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഒരുപാട് മുന്നേറുവാനുണ്ട്, ഇനിയും സ്വർഗത്തിലേക്ക് നമുക്കൊരുപാട് ദൂരമുണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഈമാൻ അത് വേറെ തന്നെയാണ്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫജ്ർ നിസ്കരിച്ചിട്ട് സഹാബിമാരുടെ നേരെ തിരിഞ്ഞു നിന്നു. എന്നിട്ട് അവരോട് പറയാണ്, ബൈന റജുലുൻ യസൂഖു ബഖറതൻ ഇദ് റകിബഹാ ഫദറബഹ. ഒരാൾ ഒരു പശുവിൻ്റെ പുറത്ത് കയറി, എന്നിട്ട് അതിനോട് നടക്കാൻ പറഞ്ഞു, അതിനെ പിടിച്ച് തല്ലുകയാണ്, അടിക്കുകയാണ്. അപ്പോൾ ആ പശു പറഞ്ഞു എന്നാണ്, ഇന്നാ ലം നുഖ്ലഖ് ലിഹാദാ, ഇതിനു വേണ്ടിയിട്ടല്ല അള്ളാഹു ഞങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്, ഞങ്ങളെ പുറത്ത് കയറിയിട്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാനുള്ളതല്ല. ഇന്നമാ ഖുലിഖ്നാ ലിൽ ഹർഫ്, ഞങ്ങൾ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് കൃഷിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ മുമ്പിലിരിക്കുന്ന സഹാബിമാർ കൗതുകത്തോടു കൂടി ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് ബഖറത്തുൻ തകല്ലം. അള്ളാഹുവിൻ്റെ റസൂൽ ഒരു പശു സംസാരിക്കേ, ഒരു പശു വർത്താനം പറയേ. അപ്പോൾ ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഇന്നി ഊമിനു ബിഹാദാ അന വ അബൂബക്കർ വ ഉമർ. ഇത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അബൂബക്കർ വിശ്വസിക്കുന്നുണ്ട്, ഉമറും വിശ്വസിക്കുന്നുണ്ട്. വമാ ഹുമാ സമ്മ. എന്നാൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും ആ സദസ്സിലുണ്ടായിരുന്നില്ല. നബി ഇത് പറയുമ്പോൾ അബൂബക്കറും ഉമറും ആ സദസ്സിലില്ല. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ പറഞ്ഞത് അബൂബക്കറും ഉമറും വിശ്വസിച്ചിട്ടുണ്ട്. നബി പിന്നെയും പറയാണ്, ഒരു ആട്ടിടയൻ അയാളുടെ ആട്ടിൻ പറ്റവുമായിട്ട് പോകുമ്പോൾ ഒരു ചെന്നായ അതിൽ നിന്നൊരു ആടിനെ പിടിച്ചു. അപ്പോൾ ഈ ആട്ടിടയൻ അതിൻ്റെ പിന്നാലെ ചെന്നു. അപ്പോൾ ആ സമയത്ത് ആ ചെന്നായ സംസാരിച്ചു എന്നാണ്. അപ്പോഴും സഹാബിമാർ ചോദിക്കുകയാണ്, സുബ്ഹാനല്ലാഹ് ദിഅ്ബുൻ യതകല്ലം, നബി ഒരു ചെന്നായ സംസാരിക്കേ. അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്നി ഊമിനു ബിഹാദാ അന വ അബൂബക്കർ വ ഉമർ. ഞാനും അബൂബക്കറും ഉമറും
ഇത് വിശ്വസിക്കുന്നുണ്ട്. വമാഹുമ സമ്മ, ആ സദസ്സിൽ അബൂബക്കറും ഉമറും ഇല്ല. അതാണ് അബൂബക്കറിൻ്റെയും ഉമറിൻ്റെയും ഈമാൻ എന്ന് പറഞ്ഞാൽ റളിയല്ലാഹു അൻഹുമാ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, തീർന്നു. അത് അവർ അംഗീകരിച്ചു, അവർ സത്യപ്പെടുത്തി, അവർ വിശ്വസിച്ചു. പിന്നെ അവർക്കതിൽ സംശയമില്ല, പിന്നെ അതിൽ സന്ദേഹങ്ങളില്ല. ഒരു തരിമ്പ് പോലും, ഒരു ചാഞ്ചാട്ടം അബൂബക്കറിനോ ഉമറിനോ ഉണ്ടായിരുന്നില്ല. ശരിക്കും നമ്മളൊക്കെ ഷഹാദത്ത് പ്രഖ്യാപിച്ചപ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? തസ്ദീഖുഹു ഫീമാ അഖ്ബറ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ അറിയിച്ചിട്ടുള്ളത് അത് ഞാൻ സത്യപ്പെടുത്തും. അതാണ് നമ്മൾ പ്രഖ്യാപിച്ച ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഒരു കാര്യം. അപ്പോൾ ഖുർആനിലായാലും സുന്നത്തിലായാലും ഒരു കാര്യം അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നുള്ളത് വലിയൊരു ക്വാളിറ്റിയാണ്. ചില ആൾക്കാർക്ക് അത് ഹദീസിലാകുമ്പോഴാണ് പ്രശ്നം. എങ്ങനെ ഇപ്പോൾ ഒട്ടകം സംസാരിക്കുക, ചെന്നായ സംസാരിക്കുക, പശു സംസാരിക്കുക, അതൊന്നും പറ്റൂല. എന്നാൽ പിന്നെ ഖുർആനിൽ വന്നാലോ? ഖുർആനിൽ വന്നാൽ പ്രശ്നമില്ല. ഉറുമ്പ് സംസാരിച്ചു എന്ന് ഖുർആനിലുണ്ട്, മരം കൊത്തി സംസാരിച്ചു എന്ന് ഖുർആനിലുണ്ട്. അത് പിന്നെ തള്ളിക്കളയാൻ പറ്റൂല. അപ്പം അതൊരു സൊക്കടാണ്. ഖുർആനായാലും സുന്നത്തായാലും അത് പ്രമാണമാണ്. ഒരു ഹദീസ് സ്വഹീഹാണോ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണോ, അത് നമ്മൾ വിശ്വസിച്ചിരിക്കണം, അത് നമ്മൾ സത്യപ്പെടുത്തിയിരിക്കണം. ശരിയായ നിലപാടുകൾ സ്വീകരിക്കാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അസഹ്യമായ ചൂടുകാലം, മദീനയിൽ ഈത്തപ്പഴം പഴുത്ത് പാകമാകുന്ന സീസണാണ്. മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര, പതച്ച മരുഭൂമിയിലൂടെ വേണം യാത്ര ചെയ്യാൻ. ദാഹിച്ച് വലഞ്ഞിട്ട് ഒട്ടകങ്ങളെ അറുത്ത് അതിൻ്റെ ഉൾസഞ്ചി പിഴിഞ്ഞെടുത്ത് വെള്ളം കുടിച്ച് ദാഹം ശമിപ്പിച്ച കാലം. തബൂക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിത്രങ്ങൾ അതൊക്കെയാണ്. ഖുർആൻ ആ യുദ്ധത്തെ വിശേഷിപ്പിച്ചത് സാഅത്തുൽ ഉസ്റ എന്നാണ്, ഞെരുക്കത്തിൻ്റെ സമയം. ഹിജ്റ 9-ാം വർഷം റജബ് മാസത്തിലാണ് തബൂക്ക് നടക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരുടെ കൂടെ പങ്കെടുത്ത അവസാനത്തെ യുദ്ധമാണ് തബൂക്ക്. കടുത്ത സാമ്പത്തിക ഞെരുക്കമുള്ള ഒരു സമയത്തായിരുന്നു തബൂക്ക് ഉള്ളത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരോട് പറയുന്നുണ്ട്, നിങ്ങൾ കയ്യിലുള്ളതൊക്കെ കൊണ്ടുവരണം, മുസ്ലിം സൈന്യത്തെ നിങ്ങൾ സഹായിക്കണം, നിങ്ങളുടെ സാമ്പത്തിക സഹായം അനിവാര്യമായിട്ടുള്ള ഒരു ഘട്ടമാണിത്. ഇപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് അന്ന് കുറച്ച് സമ്പത്തൊക്കെ ഉള്ള സമയമാണ്, തിരക്കടില്ലാത്ത നിലക്ക് ഞാൻ കുറച്ച് മെച്ചപ്പെട്ട അവസ്ഥയിലാണ്. അപ്പോൾ ഇത് അബൂബക്കറിനെ തോൽപ്പിക്കാനുള്ള ഒരു ചാൻസാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു നന്മകളിൽ പരസ്പരം മത്സരിച്ചവരാണ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് സ്വത്തിൻ്റെ പകുതിയുമായിട്ടാണ് വന്നത് തബൂക്കിലെ സൈന്യത്തെ ഒരുക്കാൻ വേണ്ടിയിട്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീട്ടിലുള്ളതൊക്കെ നുള്ളിപ്പെറുക്കിയിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നു. ഉമറിനോടാണ് ആദ്യം നബി ചോദിച്ചത്, മാ അബ്ഖൈത ലി അഹ്ലിക്, ഇനി എന്താണ് നിന്റെ വീട്ടിലുള്ളത്, പുറക്കാർക്ക് നീ എന്താണ് ബാക്കിയാക്കിയത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മിസ്ലഹു, പകുതി അവിടെ ഉണ്ട്, പകുതിയാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, മാ അബ്ഖൈത ലി അഹ്ലിക യാ അബൂബക്കർ, നീ വീട്ടിൽ എന്താ ഉള്ളത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, അബ്ഖൈതു ലഹുമുല്ലാഹ വ റസൂലഹ, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അല്ലാതെ അബൂബക്കർ വേറൊന്നും വീട്ടിൽ ബാക്കിയാക്കിയിട്ടില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറയണം, അന്ന് ഞാൻ എടുത്ത തീരുമാനമാണ്, ഇനി അബൂബക്കറിനോടൊരു മത്സരത്തിന് ഞാനില്ല. അവർ നന്മകളിൽ മത്സരിക്കുകയായിരുന്നു. ആ നന്മകളിൽ മത്സരിക്കുന്ന ആരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്? ഇന്നൽ അബ്റാറ ലഫീ നഈം അലൽ അറായികി യൻദുറൂൻ തഅരിഫു ഫീ വുജൂഹിഹിം നദ്റതൻ നഈം യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം ഖിതാമുഹു മിസ്ക് വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ. ആരെങ്കിലും കിടമത്സരം നടത്തുന്നുണ്ട് എങ്കിൽ അവർ സ്വർഗത്തിന് വേണ്ടി കിടമത്സരം നടത്തട്ടെ എന്നാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ ആരാ അങ്ങനത്തെ മത്സരമൊക്കെ നടത്തുന്ന ആൾക്കാരുള്ളത്? ഓൻ ഒരു പേജ് ഖുർആൻ ഓതിയാൽ ഞാൻ 2 പേജ് ഖുർആൻ ഓതും. ഓനൊരു 100 രൂപ കൊടുത്താൽ ഞാൻ 200 രൂപ കൊടുക്കും. അവൻ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഞാൻ 4 റക്അത്ത് നിസ്കരിക്കും. അങ്ങനത്തെ ഒരു മത്സരം നമുക്കിടയിൽ ഉണ്ടാവും. പരസ്പരം സ്വർഗത്തിന് വേണ്ടി മത്സരിക്കാൻ പ്രേരിപ്പിക്കുന്ന കൂട്ടുകാർ നമുക്കുണ്ടാവുക എന്നത് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽ ഒന്നാണ്. അള്ളാഹു നന്മകളിൽ മത്സരിക്കുവാൻ നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട അനുചരന്മാരാണ്
അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും വിടാതെ നബിൻ്റെ പിന്നാലെ കൂടിയ രണ്ടാൾക്കാരാണ്. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മയ്യിത്ത് കട്ടിൽ ഇങ്ങനെ വെച്ച് എല്ലാവരും കാത്തു നിൽക്കുകയാണ്. അപ്പം എൻ്റെ പിറകിൽ കവിള് വെച്ചിട്ട് ഒരാളിങ്ങനെ പറയുന്നുണ്ട്, റഹിമക്കല്ലാ, അള്ളാഹു ഉമറെ താങ്കളോട് കാരുണ്യം കാണിക്കട്ടെ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെയും കൂടെ അള്ളാഹു നിങ്ങളെയും ഒരുമിച്ച് കൂട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നബി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, കുന്തു വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും, വ ഫഅൽതു വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും അങ്ങനെ ചെയ്തപ്പോൾ, വൻ തലഖ്തു വ അബൂബക്കർ വ ഉമർ, ഞാനും അബൂബക്കറും ഉമറും പോയപ്പോൾ. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സദാ കൂടിയ ആൾക്കാരാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും. നബിയോട് ഒട്ടിച്ചേർന്ന് നിന്ന രണ്ട് മനുഷ്യന്മാർ. അതിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചുകൂടി മുമ്പിലാണ്. ഹിജറയുടെ യാത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ സഹവാസമൊക്കെ നമുക്കറിയാലോ. സൗറിൽ വെച്ചിട്ട് അബൂബക്കറും നബിയും ഒളിച്ചിരിക്കുന്ന നേരത്താണ് മക്കക്കാർ അവരെ തേടി വന്നത്. ഓരോന്ന് കുനിഞ്ഞാൽ അവരെ കാണും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകാൻ. അബൂബക്കറിനെ പറ്റിയിട്ട് ആലോചിച്ചിട്ടല്ല, നബിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മാ വന്നുക യാ അബൂബക്കർ ബിഇസ്നൈൻ അല്ലാഹു സാലിസുഹുമാ. ഈ ഗുഹയിൽ ഇരിക്കുന്ന രണ്ടാൾക്കാരെ പറ്റിയിട്ട് നീ എന്താണ് വിചാരിച്ചത് അബൂബക്കർ? നമ്മൾ രണ്ടാളും കൂടെ ഒറ്റക്കല്ല, നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട്. ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒപ്പം ചേർന്ന് നിന്ന സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് യഖൂലു ലിസാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ആ ആയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറ്റിയിട്ടുള്ള ആയത്താണ്. സൂറത്തു തൗബയിലെ 40-ാമത്തെ ആയത്ത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയുടെ അവസാന സമയത്ത് നടത്തുന്ന ഒരു ഖുതുബയുണ്ട്, ഒരു പ്രസംഗം. അപ്പോൾ ആ പ്രസംഗത്തിനിടയിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നല്ലാഹ ഖയ്യറ അബ്ദൻ ബൈന ദുനിയ വ ബൈന മാ ഇൻദഹു. അള്ളാഹു ഒരു അടിമക്ക് തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ആ അടിമക്ക് ദുനിയാവിലുള്ളത് തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുക്കാം. ഫഖ്താറ മാ ഇൻദല്ലാഹ്. ആ അടിമ അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ മദീന പള്ളിയിൽ നിന്ന് സഹാബിമാർ ഒരു കരച്ചിൽ കേൾക്കാൻ. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കരയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ കരുതി, എന്തിനാ ഇപ്പോൾ അബൂബക്കർ കരയുന്നത്? നബി എന്താ പറഞ്ഞത്? ഒരു അടിമക്ക് അള്ളാഹു തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുത്തു. ഒന്നുകിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ദുനിയാവ് തിരഞ്ഞെടുക്കാം. ആ അടിമ അള്ളാഹുവിൻ്റെ അടുക്കൽ തിരഞ്ഞെടുത്തു എന്നാണ് പറഞ്ഞത്. അതിന് അബൂബക്കർ എന്തിനാണ് കരയുന്നത് എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. പക്ഷേ ആ അടിമ അള്ളാഹുവിൻ്റെ റസൂലായിരുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകാനുള്ള സമയമായിട്ടുണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ് മനസ്സിലായത്. വകാന അബൂബക്കർ അഅലമന, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇൽമുള്ള ആള് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അബൂബക്കറാൻ, പിന്നെ ഉമറാൻ. ഈ ഉമ്മത്തിലെ മാത്രമല്ല, നബിമാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠനായ മനുഷ്യൻ അബൂബക്കറാൻ. വഖുൽ ഇന്ന ഖൈറൻ നാസി ബഅദ മുഹമ്മദിൻ വസീറഹു ഖിദ്മൻ സുമ്മ ഉസ്മാനുൽ അർജഹു വറാബിഉഹും ഖൈറുൽ ബരിയത്തി ബഅദഹും അലിയുൻ ഹലീഫുൽ ഖൈരി ബിൽ ഖൈരി മുൻജിഹു. ഏറ്റവും ശ്രേഷ്ഠൻ അബൂബക്കർ. അബൂബക്കർ കഴിഞ്ഞാൽ പിന്നെ ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു കഴിഞ്ഞാൽ പിന്നെ ഉസ്മാൻ, പിന്നെ നാലാമത് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു പിണങ്ങിയൊരു സംഭവമുണ്ട് ചരിത്രത്തിൽ. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു തർക്കിച്ചു, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് പ്രശ്നത്തിന് തുടക്കം വെച്ചത്. അല്ല, പിന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്നെ സങ്കടം തോന്നിയിട്ട് ഉമർ റളിയല്ലാഹു അൻഹു മാപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു മാപ്പൊന്നും കൊടുത്തില്ല. അബൂബക്കറിന്റെ നേരെ വാതിലുണ്ട് കൊട്ടി അടച്ചു. സങ്കടത്തോടു കൂടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ മുണ്ടൊക്കെ കയറ്റി പിടിച്ചിട്ട് കുറച്ച് ധൃതിയിൽ തിരക്ക് പിടിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരികയാണ്. അപ്പോൾ ആ വരവ് കണ്ടപ്പോൾ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊരു പിണക്കം കഴിഞ്ഞിട്ടുള്ള വരവാൻ, ഇതൊരു തല്ലുംപിടി കഴിഞ്ഞിട്ടുള്ള വരവാൻ.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയാണ്, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്കും ഉമറിനും ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായി. ഞാനാണ് തുടക്കം വെച്ചത്. ഞാൻ മാപ്പ് ചോദിച്ചു, എനിക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു. പക്ഷെ ഉമർ എനിക്ക് പുറത്ത് തരൂല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനെ സമാധാനിപ്പിച്ചു. യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ, അബൂബക്കർ അള്ളാഹു നിനക്ക് പുറത്തു തരും. അത് നബി ഇങ്ങനെ ആവർത്തിക്കാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു സങ്കടം തോന്നി. പക്ഷെ അബൂബക്കർ മാപ്പ് ചോദിച്ചിട്ട് മാപ്പ് കൊടുത്താൽ മതിയായിരുന്നു, പുറത്തു കൊടുത്താൽ മതിയായിരുന്നു. അങ്ങനെ അബൂബക്കറിനെ അന്വേഷിച്ചിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് പോവാൻ. അപ്പോൾ അവിടെ അബൂബക്കർ ഇല്ല. ഉമർ റളിയല്ലാഹു അൻഹു നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്കാണ് വരുന്നത്. അപ്പം നബി മുഖമൊക്കെ ഇങ്ങനെ മാറി. അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിൻ്റെ മുഖത്തുള്ള മാറ്റം കണ്ടു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, ഇതിപ്പോൾ ഉമറിന് എന്തെങ്കിലും കേൾക്കാൻ നല്ല സാധ്യത ഉണ്ട്. നബിൻ്റെ മുട്ടുകാലിൽ പിടിച്ചിട്ട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞാനാണ് പ്രശ്നത്തിന് തുടക്കം വെച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഉമറിനോടൊന്നും പറയരുത്, ഉമറിനെ നിങ്ങൾ ചീത്ത പറയരുത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും, അള്ളാഹു എന്നെ നിങ്ങളിലേക്ക് അയച്ചു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞത്, കദബ്ത, നീ പറഞ്ഞത് കളവാണെന്നാണ്. എന്നെ എല്ലാവരും നിഷേധിച്ചു, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. അബൂബക്കർ പറഞ്ഞത് സദക്ക, നബി നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് പറഞ്ഞ് എന്നെ സത്യപ്പെടുത്തിയ ആളാണ് അബൂബക്കർ. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും എന്നെ സഹായിച്ചവനാണ് ആ അബൂബക്കർ. അപ്പൊ അബൂബക്കർ അങ്ങനെ പോരിശങ്ങനെ നബി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു സംഗതി മനസ്സിലായി. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പിന്നെ അബൂബക്കറിനോടൊരു പ്രശ്നത്തിന് ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ശരിക്കും ആലോചിക്കേണ്ട വേറൊരു കാര്യം, രണ്ടാളെ ഭാഗത്തും തെറ്റ് സംഭവിച്ചു. ഒരാൾ പ്രശ്നത്തിൽ തുടക്കം വെച്ചു, അയാൾ മാപ്പ് ചോദിച്ചു, പക്ഷേ ഉമർ മാപ്പ് കൊടുത്തില്ല. രണ്ടാളും മനുഷ്യന്മാരാണ്, സഹാബിമാർ മാസൂമികളൊന്നുമല്ല. ഹുസ്നയുടെ അഖീദ പ്രകാരം സഹാബിമാർക്ക് തെറ്റു പറ്റും. പക്ഷെ ആ തെറ്റു പറ്റിയപ്പോൾ അവൻ തിരുത്താൻ റെഡിയാണ്. രണ്ടാൾക്കാർ താഴ്ന്നു കൊടുക്കാൻ റെഡിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു താഴ്ന്നു കൊടുക്കാൻ ഒരുക്കാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു താഴ്ന്നു കൊടുക്കാൻ ഒരുക്കാൻ. അപ്പം നമ്മളൊക്കെ ചില പ്രശ്നങ്ങളാണ് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർന്നു കിട്ടൂല. കാരണം എന്താ, നമ്മുടെ ഈഗോ പ്രശ്നമാണ്. താഴ്ന്നു കൊടുക്കാൻ നമ്മൾ റെഡിയല്ല. ഒന്നുകൊണ്ട് താഴ്ന്നു കൊടുത്താൽ തീരാവുന്നതേ ഉണ്ടാവുള്ളൂ. നമ്മളൊരു അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ ക്ലോസ് ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആയിരിക്കും അത്. പക്ഷെ അത് പറയാൻ നമ്മൾ കൂട്ടാക്കൂല. ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടിയിട്ട് വിനയം കാണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അള്ളാഹു ആ മനുഷ്യനെ ഉയർത്തുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി ഒരിക്കൽ സ്വർഗത്തിന്റെ വാതിലുകൾ ഇങ്ങനെ എണ്ണി പറയാൻ, നിസ്കാരക്കാർക്ക് പ്രവേശിക്കാൻ ബാബു സ്വലാത്ത് ഉണ്ട്, സ്വതക്ക കൊടുത്ത ആൾക്കാർക്ക് ബാബു സ്വതക്കയുണ്ട്, ജിഹാദിൽ മുന്നേറിയ മനുഷ്യന്മാർക്ക് ബാബുൽ ജിഹാദ് ഉണ്ട്, നോമ്പുകാർക്ക് ബാബു റയ്യാനുണ്ട്. ഇങ്ങനെ സ്വർഗത്തിന്റെ വാതിലുകളെ പറ്റിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ് ഫഹൽ യുദ്ആ അഹദുൻ മിൻ തിൽക്കൽ അബ്വാബി കുല്ലിഹാ, ആ സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലൂടെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആരെങ്കിലും ഉണ്ടാവോ റസൂലേ? അർജു അൻ തകൂന മിൻഹും യാ അബൂബക്കർ, അബൂബക്കർ നീ ആ കൂട്ടത്തിൽപ്പെട്ട ആളാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ സ്വർഗത്തിന്റെ 8 വാതിലുകളിലൂടെയും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ഇഷ്ടങ്ങളും അവർ എത്രയാണ് പരിഗണിച്ചത്. നബിൻ്റെ സ്നേഹവും നബിൻ്റെ തൃപ്തിയുമാണ് സഹാബിമാർക്ക് ഏറ്റവും വലുത്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ അബൂ ഖുഹാഫ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. വളരെ വൈകിട്ടാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നത്. മക്ക വിജയത്തിൻ്റെ സമയത്ത് തലമുടി നരച്ച, താടി രോമങ്ങൾ വെളുത്ത പ്രായമായ ഉപ്പയെയും കൂട്ടിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരികയാണ്. അപ്പം നബി ചോദിച്ചു, അബൂബക്കർ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? വിവരം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നില്ലേ, പ്രായമായ ഉപ്പാനെ ഇടകറാക്കേണ്ടിയിരുന്നില്ലല്ലോ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല നബിയെ, അബൂ ഖുഹാഫ നിങ്ങളുടെ അടുക്കലേക്കാണ് വരേണ്ടത്. അങ്ങനെ നബി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അബൂ ഖുഹാഫ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ കൈവച്ചു, ബൈഅത്ത് ചെയ്യാൻ, ഷഹാദത്ത് പ്രഖ്യാപിക്കാൻ. ആ ഷഹാദത്ത് ചൊല്ലുന്ന നേരത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകി, കരയാൻ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വമാ യുബ്കീക്, എന്തിനാ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ലി അൻ തകൂന യദു അമ്മിക മകാന യദിഹി, അള്ളാഹുവിൻ്റെ റസൂലെ നിങ്ങളെ കയ്യിൻ്റെ മുകളിലുള്ള ആ കയ്യില്ലേ, അബൂ ഖുഹാഫിൻ്റെ കയ്യില്ലേ, ആ കയ്യിൻ്റെ സ്ഥാനത്ത് അബൂ താലിബിൻ്റെ കയ്യായിരുന്നു എങ്കിലെന്ന് ഞാൻ കൊതിച്ചുപോയി എന്നാണ്. കാരണം അബൂ ഖുഹാഫ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാളും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടം അബൂ താലിബ് ഇസ്ലാം സ്വീകരിക്കുന്നതാണ്.
അപ്പൊ അബൂ താലിബ് ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിന് അള്ളാഹു കൺകുളിർമ കൊടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂല് സന്തോഷിക്കുന്നതാണ് സ്വന്തം വാപ്പ ഇസ്ലാം സ്വീകരിക്കുന്നതിനേക്കാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടതാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടങ്ങളെ സ്നേഹിച്ചവരാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ. നബിയുടെ ശരീരത്തെയും ആദർശത്തെയും അവർ ഒരുപോലെ സ്നേഹിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ സുന്നത്തും ജീവിപ്പിക്കാൻ അവർ കണഞ്ഞു പരിശ്രമിച്ചു. ആ സുന്നത്തിനെതിരെ എന്തെങ്കിലും ഒന്നും ഒരു കണ്ടാൽ ഒരു പ്രതികരിച്ചു, ഇടപെട്ടു. ഇടപെടേണ്ട സമയത്ത്, ഇടപെടേണ്ട നേരത്ത് അവർ ഇടപെട്ടു. അത് മരണത്തെ മുന്നിൽ കണ്ട് കിടക്കുന്ന നിമിഷങ്ങളിൽ പോലും നമ്മൾ കാണുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅ്ലുവിന്റെ കുത്ത് കിട്ടിയിട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മുറിവിലൂടെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഈത്തപ്പന നീരും മരുന്നൊക്കെ പുറത്തേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ട്. അത്ര ആഴത്തിലുള്ള മുറിവാൻ. വൈദ്യന്മാർ പറഞ്ഞിട്ടുണ്ട്, തീരുമാനമായിട്ടുണ്ട്, ഇനി അധിക കാലമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മരണത്തെ മുന്നിൽ കണ്ടു കിടക്കുന്ന നേരത്ത് ഖലീഫയെ കാണാൻ പല ആൾക്കാരും വരുന്നുണ്ട്. ആ കൂട്ടത്തിലൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അയാൾ വന്നു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. അബ്ശിർ യാ അമീർ അൽ മുഅ്മിനീൻ, ഉമർ നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയാണ്, ആദ്യമായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആളാണ്, നിങ്ങൾ ഖലീഫയായി, നിങ്ങൾ ഭരണമേറ്റെടുത്തു, ഫഅദൽത, അങ്ങനെ നിങ്ങൾ നീതി കാണിച്ചു, സുമ്മ ഷഹാദത്തുൻ, ഇപ്പോൾ ഇതാ നിങ്ങൾ രക്തസാക്ഷിയായിട്ട് മരിക്കാൻ, അതുകൊണ്ട് നിങ്ങൾ സമാധാനിക്കുക, നിങ്ങൾ സന്തോഷിക്കുക. അങ്ങനെ അയാൾ തിരിച്ചു പോകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് പറയാണ്, കൂടെ നിൽക്കുന്ന ആൾക്കാരോട് പറയുന്നത്, റുദ്ദു അലയ്യൽ ഗുലാം, നിങ്ങൾ ആ ചെറുപ്പക്കാരൻ ഒന്നുകൂടി എൻ്റെ അടുത്തേക്ക് വിളിക്കുക, എനിക്ക് അയാളോട് ഒന്നുകൂടി സംസാരിക്കണം. ആ മനുഷ്യൻ വന്നപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ? ഇബ്ന അഖി ഇർഫഅ സൗബക്, എൻ്റെ വസ്ത്രം നീ കയറ്റി കൊടുക്ക്, ഫഇന്നഹു അബ്ഖാലി സൗബിക വഅത്ഖാലി റബ്ബിക്, അതാണ് നിന്റെ റബ്ബിനെ സൂക്ഷിക്കുക നിനക്ക് ഏറ്റവും നല്ലത്, എൻ്റെ വസ്ത്രത്തിനും എൻ്റെ കുപ്പായത്തിനും അതന്നെയാണ് നല്ലത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഉമർ റളിയല്ലാഹു അൻഹു കിടക്കുന്ന അവസ്ഥയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുന്ന ഈത്തപ്പന നീര് അദ്ദേഹത്തിൻ്റെ മുറിവിലൂടെ കുത്തേറ്റ ഭാഗത്തൂടെ പുറത്തേക്ക് ഒലിച്ചിറങ്ങാൻ. അപ്പം എത്ര ആഴത്തിലുള്ള മുറിവായിരിക്കും അത്. ആ അവസ്ഥയിൽ കിടക്കുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ ഒരു കാര്യം കണ്ടപ്പോൾ അവർ പ്രതികരിച്ചു, അവർ ഇടപെട്ടു. അതാണ് സഹാബിമാർക്ക് സുന്നത്തിനുണ്ടായിരുന്ന സ്നേഹം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയോടുണ്ടായിരുന്ന സ്നേഹം. ഉമർ റളിയല്ലാഹു അൻഹു ദീനിൻ്റെ കാര്യത്തിൽ അങ്ങേറ്റം കാർക്കശിയുള്ള ആളായിരുന്നു. അശദ്ദുഹും ഫീ ദീനില്ലാഹി ഉമർ, എൻ്റെ സഹാബിമാരുടെ കൂട്ടത്തിൽ ദീനിൻ്റെ കാര്യത്തിൽ ഏറ്റവും കണിശതയുള്ള ആള് ഉമറാണെന്നാണ് പറഞ്ഞത്. ലൗ കാന ബഅദി നബിയ്യ ലകാന ഉമർ, എനിക്ക് ശേഷം ഒരു നബി വരുമായിരുന്നുവെങ്കിൽ അത് ഉമർ ആകുമായിരുന്നു. പക്ഷെ എനിക്ക് ശേഷം ഈ ഒരു നബി വരാനില്ല, വരുമായിരുന്നുവെങ്കിൽ അത് ഉമർ ആകുമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലേക്കാണ് പ്രവേശിച്ചാൽ ആ വഴിയിലൂടെ ശൈത്താൻ വരൂല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. അത് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈമാനാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിൻ്റെ പിന്നിൽ ഒരു പ്രാർത്ഥനയുടെ കഥ കൂടിയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ അവസാന കാലത്ത് നടത്തിയിരുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ അർസുഖ്നി ഷഹാദത്തൻ ഫീ സബീലിക്, അള്ളാഹുവേ നിന്റെ മാർഗത്തിൽ നീ എനിക്ക് രക്തസാക്ഷിത്വം നൽകണമേ, വജഅൽ മൗതി ഫീ ബലദി റസൂലിക്, നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ച് മദീനയിൽ വെച്ച് നീ എന്നെ മരിപ്പിക്കണമേ. അപ്പം ഈ പ്രാർത്ഥനയിൽ സഹാബിമാർക്ക് വലിയ കൗതുകമായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു മകൾ ഹഫ്സ, നമ്മുടെ ഉമ്മ റളിയല്ലാഹു അൻഹ, അവർ ചോദിക്കുന്നുണ്ട്, അന്ന ഹാദ, ഇതെങ്ങനെ നടക്കും? കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടാണ് മരിക്കുക എന്നുള്ളത് സഹാബിമാർക്കൊക്കെ അറിയാം. കാരണം അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഒരിക്കൽ ഉഹദിന്റെ മുകളിൽ നബിയും അബൂബക്കറും ഉമറും ഉസ്മാനും കയറി റളിയല്ലാഹു അൻഹും. അപ്പോൾ ഉഹദൊന്ന് വറച്ചുനാൻ, അവർ കയറി ആ സന്തോഷത്തിൽ ഉഹദൊന്ന് കുലുങ്ങി. അപ്പോൾ നബി പറയുന്നുണ്ട്, ഉസ്മുത്ത് യാ ഉഹദു, ഉഹദെ നീ ഒന്ന് അടങ്ങ്, അലൈക നബിയുൻ വസിദ്ദീഖുൻ വശഹീദാൻ, നിന്റെ മുകളിലുള്ളത് ഒരു നബിയാണ്, പിന്നെ സിദ്ദീഖാണ്, പിന്നെ 2 ഷഹീദുകളാണ്. ആ 2 ഷഹീദുകൾ ആരൊക്കെയാണ്? ഉമറും ഉസ്മാനുമാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദായിട്ടാണ് മരിക്കുക എന്ന് സഹാബിമാർക്ക് അറിയാം. പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രാർത്ഥനയുടെ 2ാമത്തെ ഭാഗമാണ് അവരെ അത്ഭുതപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിൽ വെച്ചിട്ട് നീ എന്നെ മരിപ്പിക്കണമേ എന്നാണ്. അതെങ്ങനെ നടക്കും? കാരണം ഉമർ റളിയല്ലാഹു അൻഹു രാഷ്ട്രം ഭരിക്കുന്ന കാലത്ത് മദീന സുശക്തമാണ്. പൊതുവേ മദീനക്ക് പുറത്താണ് യുദ്ധങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ എങ്ങനെ മദീനയിൽ വെച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകും? ഇതാണ് അവരുടെ ഡൗട്ട്.
ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അള്ളാഹു എനിക്ക് ആ ഷഹാദത്ത് തരും. അള്ളാഹു കൊടുത്തില്ലേ? മദീന പള്ളിയിൽ ഫജ്ർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അബൂ ലുഅ്ലു എന്ന ഇസ്ലാമിൻ്റെ ശത്രു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കുത്തുന്നത്. ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന 2 പാഠങ്ങൾ. ഒന്ന്, നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മൾ സത്യസന്ധരാണ് എങ്കിൽ, നമ്മുടെ നിയ്യത്ത് കറ കളഞ്ഞതാണ് എങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് അള്ളാഹു നമ്മളെ എത്തിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ആത്മാർത്ഥമായിക്കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് അത്. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ അള്ളാഹു എളുപ്പാക്കി കൊടുത്തു. രണ്ടാമത്തെ ഒരു കാര്യം, പ്രാർത്ഥന കൊണ്ട് അത്ഭുതങ്ങൾ ഉണ്ടാകും. നമ്മൾ ഒരിക്കലും നടക്കൂല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളും പ്രാർത്ഥന കൊണ്ട് നടക്കുന്നുള്ളൊരു പാഠം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഷഹാദത്തിൽ നമുക്കുണ്ട്. അപ്പോൾ ഇത് രണ്ടും നോമ്പുകാരൻ എന്ന നിലക്ക് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമാണ്. അപ്പോൾ നോമ്പിനെ പറ്റി പറഞ്ഞപ്പോൾ നബി പറഞ്ഞത് മൻസാമ റമദാന ഈമാനും വഹ്തിസാബ, ഈമാനും വേണം, പ്രതിഫലം കൊതിക്കുകയും വേണം. രാത്രി നിസ്കാരത്തെ പറ്റി പറഞ്ഞപ്പോൾ അതന്നെ പറഞ്ഞത് മൻഖാമ റമദാന ഈമാനും വഹ്തിസാബ. അപ്പം നിയ്യത്തിൻ്റെ കാര്യം അത് നോമ്പിൽ മാത്രമേ എല്ലാ സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട. അതുപോലെ തന്നെ പ്രാർത്ഥന, നോമ്പുകാരൻ്റെ പ്രാർത്ഥന. ഇപ്പോൾ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 183-ാമത്തെ ആയത്ത് മുതൽ അള്ളാഹു നോമ്പിൻ്റെ അഹ്കാമുകൾ ഇങ്ങനെ എണ്ണി പറയാൻ, ആ പറയുന്നതിന്റെ കൂട്ടത്തിലാണ് അള്ളാഹു പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. പ്രാർത്ഥനയെ പറ്റിയിട്ട് അള്ളാഹു അവിടെയാണ് സംസാരിക്കുന്നത്. ആ ആയത്ത് കഴിഞ്ഞിട്ട് വീണ്ടും അള്ളാഹു നോമ്പിന്റെ അഹ്കാമുകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഈ നോമ്പിന്റെ അഹ്കാമുകൾ പറയുന്നതിന്റെ ഇടയിൽ അള്ളാഹു പ്രാർത്ഥനയെ പറ്റിയിട്ട് പറഞ്ഞു. ഷെയ്ഖ് അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളുള്ള പറയാണ്, കാരണം റമളാനിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്, നോമ്പുകാരൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥനയുടെ കാര്യം കൂടി നമ്മുടെ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിയപ്പെട്ടവരെ, സഹാബിമാരെ നമ്മൾ കൂടുതൽ അടുത്തറിയുമ്പോൾ അവരെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും. അറിയും തോറും അവരോട് ഒരു അടുപ്പവും ഇഷ്ടവും നമുക്ക് ഉണ്ടാകും. ഇബ്നുൽ ജൗസി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്, അന്ന സലഫ കാനു യുഅല്ലിമൂന ഔലാദഹും ഹുബ്ബ അബീബക്കർ വ ഉമർ. സലഫുകൾ അബൂബക്കറിന്റെയും ഉമറിന്റെയും സ്നേഹം മക്കളെ പഠിപ്പിച്ചിരുന്നു. അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കാൻ മക്കളെ പഠിപ്പിച്ചിരുന്നു. കമാ യുഅല്ലിമൂനഹും അസ്സുവറ മിനൽ ഖുർആൻ, ഖുർആന്റെ സൂറത്തുകൾ ആ മക്കളെ പഠിപ്പിക്കുന്ന പോലെയാണ്. ഹസൻ ബസ്രി റഹിമഹുല്ലാഹു തആലയോട് ഒരാൾ ചോദിക്കുന്നുണ്ട്, ഹൽ ഹുബ്ബു അബീബക്കർ വ ഉമർ സുന്ന, അബൂബക്കറിനെയും ഉമറിനെയും സ്നേഹിക്കുക എന്നുള്ളത് സുന്നത്താണോ? അപ്പോൾ ഹസൻ ബസ്രി റഹിമഹുല്ലാഹ് നൽകുന്ന മറുപടി, ലാ ബൽ ഫരീദ, അത് സുന്നത്തല്ല, അത് നിർബന്ധമാണ്, അത് ഫരീദയാണ് എന്നാണ് ഹസൻ ബസ്രി റഹിമഹുല്ലാഹു തആല നൽകുന്ന മറുപടി. അപ്പോൾ നമ്മുടെ മക്കളോട് നമ്മൾ നിരന്തരമായിട്ട് അബൂബക്കർ റളിയല്ലാഹു പറ്റിയിട്ടും ഉമർ റളിയല്ലാഹുവിനെ പറ്റിയിട്ടും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ പറ്റിയിട്ടൊക്കെ സംസാരിക്കണം. അവർ നമ്മുടെ മക്കളുടെ ഹീറോകളായിട്ട് മാറണം. ഇനി ആദ്യം നമ്മൾ അവരെ പറ്റിയിട്ടൊക്കെ വായിക്കുക, പഠിക്കുക, കേൾക്കുക എന്നത് അനിവാര്യമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഷഹീദു സ്വലാത്താണ്, നിസ്കരിക്കുന്ന സമയത്താണ് ഷഹീദായിട്ടുള്ളത്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഷഹീദുൽ മുസ്ഹഫാൻ, ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ശത്രുക്കൾ വധിച്ചു കളയുന്നത്. ഫസയക്ഫീകഹുമുല്ലാഹ് വഹുവസ് സമീഉൽ അലീം എന്ന ആയത്തിലേക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തം തെറിച്ചു എന്നൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരുടെ പര്യവസാനം എത്ര നല്ല പര്യവസാനമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കുക. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശത്രുക്കൾ വീട് വളഞ്ഞ സമയത്ത് ആ വീടിൻ്റെ മട്ടുപ്പാവിൽ കയറിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അലസ്തും തഅലമൂന അന്ന റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിവരം നിങ്ങളുടെ അടുത്തില്ലേ? മൻ ഹഫറ റൂമ ഫലഹുൽ ജന്ന, ആരാണോ റൂമ കിണർ മുസ്ലിങ്ങൾക്ക് ഒരുക്കി കൊടുക്കുന്നത് അവർക്ക് സ്വർഗ്ഗമുണ്ട്. ഫഹഫർതുഹാ, ആ റൂമ കിണർ ഒരുക്കി കൊടുത്തത് ഞാനാണ്. മൻ ജഹസ ജയ്ശൽ ഉസ്റ ഫലഹുൽ ജന്ന, ആരാണോ ഞെരുക്കത്തിന്റെ സൈന്യത്തെ ഒരുക്കുന്നത്, തബൂക്കിലേക്കുള്ള സൈന്യത്തെ ഒരുക്കുന്നത്, ഫലഹുൽ ജന്ന, അവർക്ക് സ്വർഗ്ഗമുണ്ടെന്ന് നബി പറഞ്ഞിട്ടില്ലേ? ആ സൈന്യത്തെ ഒരുക്കിയ ആളും ഞാനാണ് എന്ന് ശത്രുക്കളോട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സംസാരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ശ്രേഷ്ഠത നമുക്ക് ബോധ്യപ്പെടാൻ നമ്മൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെയ്ത ഒരു സേവനം മാത്രം ആലോചിച്ചാൽ മതി. ഖുർആൻ ഒരുമിച്ച് കൂട്ടിയത് ആരാണ്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഇന്ന് നമ്മൾ ഓതുന്ന മുസ്ഹഫിൻ്റെ ലിപി അറിയപ്പെടുന്നത് റസ്മു ഉസ്മാനി എന്നാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ലിപിയാണത്. ആ ലിപിയിലെ മുസ്ഹഫ് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലിപിയിൽ പ്രിന്റ് ചെയ്താലേ ഖിറാഅത്തുകളിൽ സ്ഥിരപ്പെട്ട എല്ലാ ഖിറാഅത്തുകളും നമുക്ക് ഓതാൻ പറ്റുള്ളൂ. അപ്പം നമുക്കെല്ലാവർക്കും സുപരിചിതമായ
ഖിറാഅത്തിലുള്ളൊരു മാറ്റാണ് മാലികി യൗമിദ്ദീൻ, മലികി യൗമിദ്ദീൻ. ഇത് രണ്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നതാണ്. നമ്മൾ വെറുതെ നമ്മുടെ മുസ്ഹഫ് തുറന്നു വെച്ചിട്ട് നോക്കിയാൽ മതി. മാലികി യൗമിദ്ദീൻ എന്നും മലികി യൗമിദ്ദീൻ എന്നും ഓതാൻ പാകത്തിലായിരിക്കും ആ പ്രിന്റ് ഉണ്ടാവുക. അവിടെ അലിഫ് വേറിട്ടല്ല എഴുതിയിട്ടുണ്ടാവുക. അലിഫും ലാമും മീമും ചേർത്തിട്ടാണ് എഴുതിയിട്ടുണ്ടാവുക. മാലിക് യൗമിദ്ദീൻ നമ്മൾ മുസ്ഹഫിൽ എഴുതി നമ്മൾ നോക്കിയാൽ മതി. മലിക് യൗമിദ്ദീനും മാലിക് യൗമിദ്ദീനും പാരായണം ചെയ്യാൻ പറ്റിയ നിലക്കായിരിക്കും ആ പ്രിന്റ് ഉണ്ടാവുക. അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ലിപിയാണ്. ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ കാലത്താണ് ആ മുസ്ഹഫ് അങ്ങനെ ക്രോഡീകരിക്കപ്പെടുന്നത്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഇറാഖുകാരുടെ കൂടെ ഷാമിൽ യുദ്ധത്തിലായിരുന്നു. അർമേനിയ, അസർബൈജാൻ വിജയങ്ങളിൽ അവരുടെ കൂടെ ചേർന്ന് പോരാടിയ ഒരാളാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. അപ്പോൾ ആ യുദ്ധങ്ങളുടെ സമയത്ത് ഹുദൈഫ നോട്ട് ചെയ്ത ഒരു കാര്യം മുസ്ലിങ്ങളുടെ പാരായണത്തിലുള്ള മാറ്റാൻ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് ഹുദൈഫ റളിയല്ലാഹു പറയുന്നുണ്ട്, അദ്രിക് ഹാദിഹിൽ ഉമ്മ ഖബ്ല അൻ യഖ്തലിഫു ഫിൽ കിതാബി ഇഖ്തിലാഫൽ യഹൂദി വൻ നസാറ. ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ കിതാബുകളിൽ ഭിന്നിച്ചു പോയതുപോലെ ഈ ഉമ്മത്ത് ഭിന്നിച്ചു പോകാതിരിക്കണമെങ്കിൽ അമീറുൽ മുഅ്മിനീൻ നിങ്ങൾ ഈ ഉമ്മത്തിനെ പിടിക്കണം. അങ്ങനെയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെയും അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, സഈദ് ഇബ്നുൽ ആസ്, അബ്ദുറഹ്മാൻ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹും ഇവരെ വിളിച്ചു കൂട്ടുന്നു. ഹഫ്സ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ നിന്ന് അന്നുണ്ടായിരുന്ന ഖുർആനിൻ്റെ ലിപി കോപ്പി കൊണ്ടുവരുന്നു. അത് പകർത്തി എഴുതുന്നു. അത് പല ഭാഗങ്ങളിലേക്കും അയച്ചു കൊടുക്കുന്നു. അതോടുകൂടി ബാക്കിയുള്ള എല്ലാ മുസ്ഹഫുകളും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരിച്ചു കളയാൻ. അത് പല കോലത്തിലുള്ള മുസ്ഹഫുകളായിരുന്നു. ഉപയോഗശൂന്യമായ മുസ്ഹഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കരിച്ചു കളഞ്ഞു. ഒരു സഹാബിയും അതിനെ എതിർത്തിട്ടില്ല. ഇപ്പം നമ്മളെ പുരയിൽ ഒരു കേടുവന്ന മുസ്ഹഫിൻ്റെ പേജുണ്ട്. ഒരു നിലക്ക് നമുക്കത് ഉപയോഗിക്കാൻ കഴിയൂല എങ്കിൽ നമ്മളത് എന്താ ചെയ്യേണ്ടത്? നമ്മളത് കരിച്ചു കളയാണ് ചെയ്യേണ്ടത്. അതിനുള്ളൊരു തെളിവാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവം. ഏതായാലും ഹുദൈഫ റളിയല്ലാഹുവിൻ്റെ ഒരു അഭിപ്രായത്തിൽ നിന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നത്, മുസ്ഹഫ് ക്രോഡീകരിക്കാനുള്ള ഒരു നിലയിലേക്ക് എത്തുന്നത്. അപ്പോൾ നല്ല നല്ല അഭിപ്രായങ്ങൾ പറയുക എന്നുള്ളത് അത് നന്മക്ക് വിത്തിടലാണ്. വാക്ക് എന്ന് പറഞ്ഞാൽ അതൊരു വിത്താണ്. ഒരു വിത്തിൽ നിന്ന് എത്ര പഴങ്ങൾ ഉണ്ടാകും നമുക്ക് പറയാൻ പറ്റൂല. ഒരു പഴത്തിൻ്റെ ഉള്ളിൽ എത്ര വിത്തുകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു വിത്താണ്. നന്മയുടെ വിത്തുകൾ പാകാൻ അള്ളാഹു നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സഹാബിമാരെ പറ്റിയിട്ട് ഒരുപാട് പറയാനുണ്ട്. 4 ആൾക്കാരെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കണം. 4 ആളെ പറ്റിയിട്ട് മുഴുവനായിട്ട് പറയാനുള്ള നേരമൊന്നും നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത്. നമ്മൾ എത്ര വളർന്നാലും നമ്മൾ എത്ര ഉയർന്നാലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരുടെ അത്ര നമ്മൾ വരൂല. ആ സഹാബിമാരെ പറ്റിയിട്ട് മോശമായിട്ടുള്ള ഒരു വാക്കും നമ്മൾ പറയാൻ പാടില്ല. മോശമായിട്ടുള്ളൊരു ചിന്തയും നമ്മുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. വഖുൽ ഖൈറ ഖൗലിൻ ഫി സ്വഹാബത്തി കുല്ലിഹിം വലാ തകു തആനൻ തഈബു വതജ്റഹു ഫഖദ് നതഖൽ വഹ്യുൽ മുബീനു ബിഫദ്ലിഹിം വഫിൽ ഫത്ഹി ആയുൻ ലിസ്സഹാബത്തി തംദഹു. എല്ലാ സഹാബിമാരെ പറ്റിയിട്ടും നമ്മൾ നല്ലതേ പറയാൻ പാടുള്ളൂ. ഖുർആൻ അവരെ പറ്റിയിട്ട് പുകഴ്ത്തിയിട്ടുണ്ട്, അവരെ പ്രശംസിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും സ്നേഹിക്കുന്ന സഹാബിമാരെ നമുക്ക് വെറുക്കാൻ പറ്റുക? അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും തൃപ്തിപ്പെട്ട ആൾക്കാരെ നമുക്ക് എങ്ങനെയാണ് തൃപ്തിപ്പെടാതിരിക്കാൻ കഴിയുക? ഖൈബറിലേക്കുള്ള സൈന്യത്തെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗഅതിയന്ന ഹാദിഹി റായ ഗദൻ റജുലൻ യഫ്തഹു അല്ലാഹു അലാ യദൈഹി. നാളെ ഖൈബറിലേക്കുള്ള പതാക, സൈന്യത്തിൻ്റെ ലീഡറുടെ കയ്യിലുള്ള കൊടി, ഫ്ലാഗ് ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുക്കും. എന്താ അയാളുടെ പ്രത്യേകത? യുഹിബ്ബുല്ലാഹ വ റസൂല. അയാൾ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും സ്നേഹിക്കുന്നുണ്ട്. വയുഹിബ്ബുഹുല്ലാഹു വ റസൂലു. അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും അയാളെയും സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെ സഹാബിമാരൊക്കെ പിരിഞ്ഞുപോയി. ഒരു രാത്രി കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല. ആർക്കായിരിക്കും ഇപ്പം നബി ആ പതാക കൊടുക്കുക? സഹാബിമാർ ചർച്ചയിലാണ്. അടുത്ത ദിവസം പ്രഭാതത്തിൽ എല്ലാ സഹാബിമാരും നബിൻ്റെ അടുക്കലേക്ക് വരികയാണ്. കുല്ലുഹും യർജു അൻ യുത്താഹ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പതാക എനിക്ക് തരുമെന്നാണ് ഓരോ സഹാബിയും പ്രതീക്ഷിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഐന അലി ബിൻ അബി താലിബ്. അലി ബിൻ അബി താലിബ് അവിടെ. അപ്പം അലി റളിയല്ലാഹു അൻഹുവിന് അന്ന് കണ്ണിന് രോഗാണ്, അദ്ദേഹം വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉണ്ണുനീര് പുരട്ടി അലി റളിയല്ലാഹുവിൻ്റെ കണ്ണിൻ്റെ രോഗം മാറി.
ആ പതാക അലി റളിയല്ലാഹു കൈ കൊടുത്തിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ലി അൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിൻ ഹുംറിൻ നിഅമി. അലി, നീ കാരണം ഒരാൾക്ക് അല്ലാഹു ഈ ദീനിന്റെ വെളിച്ചം കൊടുത്താൽ ഒരു ചുവന്ന ഒട്ടകം കിട്ടുന്നതിനേക്കാളും നിനക്ക് നല്ലതാണ് അത്. ഒരു പ്രബോധനം കിട്ടുന്ന ഏറ്റവും നല്ല മോട്ടിവേഷനാണത്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ഖൈബറിലേക്ക് പുറപ്പെട്ടു. ഖൈബർ കോട്ട പിടിച്ചടക്കി മുസ്ലിങ്ങൾ വിജയിച്ച യുദ്ധമാണ് ഖൈബർ. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ലീഡർഷിപ്പിലാണ് ആ യുദ്ധം മുസ്ലിങ്ങൾ വിജയിക്കുന്നത്. അവിടെ നബി പറഞ്ഞ വാക്ക് നമ്മൾ ഒരിക്കൽ കൂടി ഒരു ചുവന്ന മഷി കൊണ്ട് അടിവരയിടുക. അലി റളിയല്ലാഹുവിന്റെ പ്രത്യേകതയായിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, യുഹിബ്ബുല്ലാഹ വ റസൂല, അള്ളാഹുനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ആ മനുഷ്യൻ സ്നേഹിക്കുന്നുണ്ട്. വ യുഹിബ്ബുഹുല്ലാഹു വ റസൂലു, അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ആ മനുഷ്യനെ തിരിച്ചും സ്നേഹിക്കുന്നുണ്ട് എന്നാണ്. അപ്പോൾ നമ്മൾ ശരിക്കും സഹാബിമാരുടെ ശ്രേഷ്ഠതകളെ പറ്റിയിട്ട് ആലോചിക്കുക, അവരെ പിന്തുടരുവാനും അവരുടെ പാത പിൻപറ്റുവാനും നമ്മൾ ശ്രമിക്കുക. ആഖിറത്ത് മുന്നിൽ കണ്ടിട്ടാണ് സഹാബിമാർ അവരുടെ ജീവിതം ചിട്ടപ്പെടുത്തിയത്, ക്രമീകരിച്ചത്. ആ സഹാബിമാരുടെ കാലടിപ്പാടുകൾ ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിക്കൊണ്ട് നമ്മളും പിന്തുടരുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ഒരു സഹാബി ചോദിക്കുന്നുണ്ട്, മതസ്സാഅ, അള്ളാഹുവിന്റെ റസൂലെ എപ്പോഴാണ് അന്ത്യസമയം? അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചു, വമാ അദത്ത ലഹ, എന്താണ് ആ അന്ത്യസമയത്തിന് വേണ്ടി നീ ഒരുക്കിയിട്ടുള്ളത്? അപ്പോൾ എൻ്റെ അടുത്ത് കുറേ കർമ്മങ്ങളൊന്നുമില്ല. വലാകിന്നി ഉഹിബ്ബുല്ലാഹ വ റസൂല, പക്ഷെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മഅ മൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിക്കുന്നുണ്ടോ അവരുടെ കൂടെയാണ് നീ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, അൻത മഅ മൻ അഹ്ബബ്ത എന്ന നബിന്റെ ആ വാക്കിനേക്കാളും ഞങ്ങളെ സന്തോഷിപ്പിച്ച വേറൊരു വാക്കില്ല എന്നാണ്. നബിയെ പോലെയോ അബൂബക്കറിനെ പോലെയോ ഉമറിനെ പോലെയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, അത്രയൊന്നും ഞങ്ങൾ എത്തിയിട്ടില്ല. പക്ഷെ അവരോടുള്ള സ്നേഹം കാരണം അവരുടെ കൂടെ ചേരാൻ പറ്റുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുള്ള ആ പ്രതീക്ഷയാണ് നമുക്കും വേണ്ടത്. നബിയെ പോലെയോ അബൂബക്കറിനെ പോലെയോ ഉമറിനെ പോലെയോ സഹാബിമാരെ പോലെയോ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിലും തശബ്ബഹു ഇല്ലം തകൂനു മിസ്ലഹും ഫഇന്ന തശബ്ബുഹ ബിൽ കറാമി ഫലാഹും, അവരെ പോലെ ഒന്നും ആയിട്ടില്ല എങ്കിലും അവരെ പോലെ ആകാൻ നമ്മൾ ശ്രമിക്കുക. ആ നല്ല നല്ല മനുഷ്യന്മാരെ പോലെ ആകാൻ ശ്രമിക്കുക എന്നത് തന്നെ വലിയ കാര്യമാണ്. അപ്പോൾ സ്വർഗത്തിലെത്തി കഴിഞ്ഞാൽ അവിടെ റസൂലുള്ളാഹിയുണ്ട്, അവിടെ അബൂബക്കറുണ്ട്, അവിടെ ഉമറുണ്ട്, ഉസ്മാനുണ്ട്, അലിയുണ്ട്, സഹാബിമാരൊക്കെ ഉണ്ട്. അവർ നമ്മളോട് സലാം പറയും, നമ്മൾ അവരോട് സലാം പറയും. അവരുടെ വിശേഷങ്ങൾ അവർ നേരിട്ട് പങ്കുവെക്കുന്ന ആ നിമിഷങ്ങളെ പറ്റിയിട്ട് നമ്മൾ ആലോചിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള ഹിജ്റയെ പറ്റിയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സംസാരിക്കുന്നത് ആലോചിച്ച് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയുടെ രാത്രിയിൽ നബിയുടെ വിരിപ്പിൽ കിടന്ന അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു ആ അനുഭവം നമ്മളോട് പറയുന്നത് ആലോചിച്ച് നോക്കൂ. തബൂക്കിലേക്കുള്ള സൈന്യത്തെ ഒരുക്കിയ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ തബൂക്കിന്റെ കഥകൾ പറയുന്നത് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ച ദിവസം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അനുഭവിച്ച വേദനയുടെ തീവ്രതയും ആഴവും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്ന് നേരിട്ട് കേൾക്കുന്ന ആലോചിച്ച് നോക്കുക. അതിന് നമ്മൾ ആ സ്വർഗത്തിൽ എത്തുമോ, അതിനുള്ള പണികൾ നമ്മൾ എടുക്കുന്നുണ്ടോ എന്ന് ഗൗരവത്തിൽ ചിന്തിക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാരെ ചാണിന് ചാണായിട്ട് മുഴത്തിന് മുഴമായിട്ട് നമ്മൾ പിന്തുടരുക. അള്ളാഹു അവരെ സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ബാറക്കല്ലാഹു ഫീക്കും, ജസാക്കുമുല്ലാഹു ഖൈറാ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.